നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആരെ മത്സരിപ്പിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് പാർട്ടി. ഒരു കാലത്ത് CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന പാലക്കാട് പിന്നീട് പലവട്ടം കോൺഗ്രസിനെ തുണച്ചു. ഷാഫി പറമ്പിലൂടെ തുടർച്ചയായി പാലക്കാട് നിന്ന് കോൺഗ്രസിന് MLA ഉണ്ടായി. പിന്നീട് ഷാഫി പാർലമെന്റിൽ എത്തിയതോടെയാണ് ആ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയത്. പിന്നീടുണ്ടായ ലൈംഗിക വിവാദത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് എന്നേക്കുമായി പടിയിറങ്ങുകയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ ഇപ്പോൾ വെറും MLA മാത്രമാണ്. രാഹുലിന്റെ MLA സ്ഥാനം കൂടി ഇപ്പോൾ താഴെ വീഴുമെന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ അയോഗ്യനാക്കുവാനുള്ള നിയമോപദേശം സ്പീക്കർ AN ഷംസീർ തേടിയിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരം SIT സ്പീക്കർ ഷംസീറിനെ അറിയിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് അയോഗ്യത നടപടികളിലേക്ക് സ്പീക്കർ കടന്നതെന്നും കാണാൻ സാധിക്കും. അതേസമയം കേസിൽ അറസ്റ്റിലായ ഉടനെ അയോഗ്യത കൽപ്പിക്കാൻ സ്പീക്കർക്ക് സാധിക്കില്ലെന്ന് പറയേണ്ടി വരും. കാരണം സമാനമായ കേസിൽ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് അസന്നിഗ്ധമായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്പീക്കർക്ക് എളുപ്പത്തിൽ രാഹുലിനെ അയോഗ്യനാക്കാൻ സാധിക്കില്ലെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. അതേസമയം ഇതിനു മുൻപ് തന്നെ രാജിവെച്ച് കളം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. കേസിൽ തെളിവുകൾ പൂർണ്ണമായും രാഹുലിന് എതിരായ സ്ഥിതിക്ക് ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയേണ്ടി വരും. ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉദിച്ചു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനൽ ചർച്ചയിലൂടെ താരമായി ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും പിന്നാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ MLA സ്ഥാനവും കൈവന്നു. വളർന്ന അതേ വേഗത്തിൽ തന്നെയാണ് രാഹുൽ വീണതും എന്നും കാണാൻ സാധിക്കും. MLA എന്ന നിലയിൽ ഒരു വർഷം തികയും മുൻപ് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായി ഇപ്പോൾ പാലക്കാട് MLA ജയിലിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയൊരു വരവ് രാഹുലിന് അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോയി. പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനും കിട്ടി. പരാതികൾ രണ്ടായതോടെയാണ് പുറത്താക്കിയത്. കടുത്ത തീരുമാനം തന്നെ കോൺഗ്രസ് എടുത്തെങ്കിലും പാർട്ടിക്കുള്ളിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഏറെയായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും രാഹുലിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരം പ്രവർത്തിച്ചിട്ടുണ്ട്. പഴയ A ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതുകൂടാതെയാണ് സോഷ്യൽ മീഡിയ ടീമിനെ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളും ആക്രമണങ്ങളും നടന്നത്. രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്ന കടുത്ത നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീഷിനു നേരെ നടന്ന കടുത്ത സൈബർ ആക്രമണം ഈ സംഘങ്ങളുടെ പണിയായിരുന്നു. ഇതുകൂടാതെ നിയമസഭയിൽ വരേണ്ട എന്ന നേതാക്കളുടെ നിർദ്ദേശം പോലും പാടെ തള്ളി രാഹുൽ എത്തിയതും നമ്മൾ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. അന്ന് മുങ്ങിയ രാഹുൽ പിന്നെ പൊങ്ങിയത് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ്. പിന്നാലെ പാലക്കാട് സീറ്റ് വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി രാഹുൽ സജീവമായിരുന്നു. സീറ്റ് നൽകരുതെന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് PJ കുര്യനെ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റി പറയിപ്പിക്കുന്ന തരത്തിലാണ് രാഹുൽ ഓപ്പറേഷൻ നടത്തി വന്നിരുന്നത്. എന്നാൽ അപ്പോഴും തനിക്കെതിരെ പോലീസ് കരുക്കൾ നീക്കുകയാണെന്ന് മാത്രം രാഹുൽ അറിഞ്ഞില്ല. പരാതി ലഭിച്ചതും ഇരയുടെ മൊഴിയെടുത്തതുമെല്ലാം അതീവ രഹസ്യമായി തന്നെ നടന്നു. പിന്നാലെ ഞായറാഴ്ച പുലർച്ചെ പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും അപ്രതീക്ഷിത അറസ്റ്റ് ചെയ്തതോടെ രാഹുലിന്റെ പതനം പൂർത്തിയായെന്ന് പറയാം. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കാര്യം അവസാനിച്ചു കഴിഞ്ഞു. എത്ര അഗ്നിശുദ്ധി വരുത്തിയാലും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. കൂടാതെ മാസങ്ങൾക്കപ്പുറം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റ് പോയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്.